കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിൻ്റെ വീട് റിപ്പയറിംഗ് തടസ്സപ്പെടുത്തിയ വല്യച്ഛനെയും അമ്മായിയെയും സുഭാഷിൻ്റെ അച്ഛൻ ഭാസ്കരൻ വെള്ളമടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. സുഭാഷിൻ്റെ വല്യച്ഛനും അപ്പോഴേക്കും ഭാസ്കരനോടായി പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. കെട്ടിയ പെണ്ണിനെ കൊന്ന് ജയിലിൽ പോയി കുടുംബത്തെ അപമാനപ്പെടുത്തിയ നിനക്ക് ആ വീട് തരരുതെന്ന്. ചത്താലും ഞാനത് തരില്ല, നീ നോക്കിക്കോ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ആഹാ, അങ്ങനെയാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ തന്നെയാ. വേഗം നിങ്ങളുടെ പിള്ളേരെയും കൂട്ടി അവിടെ നിറങ്ങി പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം പോലീസുമായി വന്ന് എല്ലാത്തിനെയും വലിച്ചിറക്കും അവിടുന്ന്. പോയാ നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലതാ. ഒന്നുമില്ലെങ്കിൽ കൊലപാതകിയുടെ കുടുംബക്കാരെന്ന പേര് നാട്ടുകാരെങ്കിലും മറക്കുമല്ലോ എന്ന് സുഭാഷിന്റെ അമ്മായിയും വിളിച്ചു പറയുന്നുണ്ട്. ദേ നോക്ക്, ആ വീട് സ്വന്തമാക്കാമെന്ന് നീ ഒരു കാലത്തും വിചാരിക്കണ്ട. അതിന് നിനക്കൊരവകാശവുമില്ല. ഇറങ്ങി പോവാൻ നോക്കടാ. വലിയ ന്യായം പറയാൻ വന്നിരിക്കുന്നു എന്ന് വല്യച്ഛൻ പറയുമ്പോഴേക്കും, ന്യായം പറയാനല്ലടാ, നിങ്ങളുടെ രണ്ടാളെയും തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ പിള്ളേർക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റില്ല. നാവെടുത്ത ഭാര്യയെ കൊന്നവൻ എന്ന് കേട്ട് മടുത്തു. ഇന്നത്തോടെ ഞാൻ ഒന്നുറപ്പിച്ചു, ഭാസ്കരൻ ഇനി കൂടെപ്പിറപ്പുകളെ കൊന്നവൻ എന്നറിയപ്പെട്ടാ മതിയടാ. ചേട്ടനെയും പെങ്ങളെയും വെട്ടി കൊന്നിട്ട് ജയിലിൽ പോയി എന്ന് പറഞ്ഞ മതി നാട്ടുകാര്. ഇന്നത്തോടെ നിന്റെയൊക്കെ കേസ് കെട്ട് ഞാൻ തീർക്കുമെടാ എന്ന് ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞ് ഭാസ്കരൻ റോഡിലേക്ക് ഓടി ഒരു തടിക്കഷ്ണം എടുത്തു വരുമ്പോഴേക്കും, ചേട്ടാ വാ ചേട്ടാ, കേറ് ചേട്ടാ, അയാൾക്ക് പ്രാന്തായെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞ അമ്മായി വല്യച്ഛനെയും കൊണ്ട് വീടിനകത്ത് കയറി കഥ കടച്ച് നിൽക്കുന്നുണ്ട്. ഭാസ്കരൻ മുറ്റത്തോട്ട് വന്ന്, ആണാണെങ്കി ഇറങ്ങി വാടാ, ഒളിച്ചിരിക്കലടാ. പെങ്ങളെയും കൂട്ടി നീ വീട്ടിൽ വന്ന് ബഹളം വെച്ചില്ലേ, ഞാൻ ദാ വന്നിരിക്കുന്നു ഇപ്പോ. ഡീ ലളിതേ, കൂടെ പിറന്ന വിഷപ്പാമ്പെ, ഇറങ്ങി വാടി. അതേയ്, അതെന്റെ വീടാ, എനിക്ക് കിട്ടിയ ഭാഗം. അതിനവകാശം എന്റെ 4 പിള്ളേർക്ക് മാത്രമാ. അതില് കൈയിട്ട് വരാൻ വന്ന എടി മൂദേവി, എടാ നാണം കെട്ടവനെ, വാടാ, ഇറങ്ങി വാടാ രണ്ടാളും എന്ന് ഭാസ്കരൻ തെറി വിളിക്കുന്നത് സഹിക്കാനാവാതെ അമ്മായി കതകു തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും വല്യച്ഛൻ അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. വീട് ചേട്ടാ, ഇവനെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ എന്നവർ ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും കയ്യിലിരുന്ന ആ തടിക്കഷ്ണം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞോണ്ട്, കാണിച്ചു തരാം ഞാൻ എന്ന് പറയുന്നുണ്ട്. അവൻ കുടിച്ചിട്ടാ വന്നേക്കുന്നേ, എന്തും പറയും, നമ്മൾ നാണം കെടും എന്ന് വല്യച്ഛൻ അമ്മായിയുടെ പറയുമ്പോഴേക്കും, നീയും നിന്റെ പുന്നാര പെങ്ങളും കൂടി അവിടെ വന്ന് ബഹളം വെച്ചപ്പോഴേ ഞാൻ മിണ്ടാതെ പോന്നത് നിന്നെയൊന്നും പേടിച്ചിട്ടല്ല, എന്റെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് നിന്നെയൊന്നും ചെയ്യരുതെന്ന് കരുതിയിട്ടാ. എന്നിട്ട് വന്നപ്പം നിങ്ങൾ രണ്ടും അകത്ത് കയറി ഒളിച്ചിരിക്കുവാ. വന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കണോ ഞാൻ എന്ന് ഭാസ്കരൻ വീണ്ടും വിളിച്ചു പറയുമ്പോ അമ്മായി ആകെ ദേഷ്യത്തോടെ നിക്കണ കണ്ട്, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നീ മിണ്ടാതിരിക്കുന്നേ വല്യച്ഛൻ സമാധാനിപ്പിക്കുന്നുണ്ട്. ചോദിക്കാനും പറയാനും എന്റെ പിള്ളേർക്ക് ആരുമില്ലെന്നൊന്നും നീ വിചാരിക്കണ്ട. കൊലപാതകിയാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും അച്ഛൻ എന്ന പേരിൽ ഞാൻ ഒരുത്തൻ അവിടെ ഉണ്ടടാ. ഞാൻ ഒരുത്തൻ ഉള്ളിടത്തോളം നീ എന്നല്ല ഒരാളും അവരെ ഇറക്കി വിടാൻ അങ്ങോട്ട് വരത്തില്ല. ഓർമ്മ വെച്ചോ. ഓ, വീട് വേണമത്രേ. ഇനി അതും പറഞ്ഞ് അങ്ങോട്ട് വന്നാ തീർക്കും ഞാൻ. ഒരിക്കൽ കൂടി ജയിലിൽ പോവാൻ ഭാസ്കരന് മടിയൊന്നുമില്ല. കേട്ടോടാ, വീട് വേണമത്രേ. കേറി ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിവനെന്നും വിളിച്ച് നെഞ്ചു തടവിക്കൊണ്ട് ഭാസ്കരൻ നിൽക്കുമ്പോഴേക്കും അമ്മായി വീണ്ടും കതക് തുറക്കാൻ നോക്കുന്ന കണ്ട് വേണ്ടാന്ന് വല്യച്ഛൻ തടയുന്നുണ്ട്. ഏട്ടനൊന്ന് അടങ്ങ്, ഞാൻ നോക്കിക്കോളാം എന്നവർ പറയുമ്പോ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് വല്യച്ഛനും പറയുന്നുണ്ട്. അയാൾ പോയിന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ അമ്മായി വീണ്ടും ഡോർ തുറന്ന് തല മാത്രം പുറത്തേക്കിട്ട് നോക്കുന്നുണ്ട്. റോഡിലേക്ക് ഇറങ്ങിപ്പോയി തൻ്റെ മറിച്ചിട്ട സൈക്കിൾ എടുക്കാൻ തുടങ്ങിയ ഭാസ്കരൻ ലളിത വാതിൽ തുറന്ന് നോക്കണ കണ്ട്, എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന കല്ലെടുത്തൊരൊറ്റ ഏറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലളിത എപ്പോഴേക്കും പേടിയോടെ കഥകടയ്ക്കുമ്പോഴേക്കും അതാണ് ആ പേടി ഉണ്ടാവണം. എല്ലാവരോടും കളിക്കുന്ന പോലെ ഭാസ്കരനോട് കളിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിക്കോണം. നായ്ക്കാട്ടങ്ങള് എന്ന് വിളിച്ചു പറഞ്ഞ് ഭാസ്കരൻ തൻ്റെ സൈക്കിളും എടുത്തോണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ. ഡോർ അടച്ചിരുന്ന് ചെവിയോത്തിരുന്ന ലളിത ഏട്ടനോടായി പറയുന്നുണ്ട് പോയി എന്ന്. അവർ രണ്ടുപേരും കൂടി പതിയെ ഡോർ തുറന്ന് സിറ്റൗട്ടിലേക്ക് വന്നു നോക്കിക്കൊണ്ട് ആശ്വാസത്തോടെ പോയി, നാശം പിടിച്ചവൻ എന്ന അമ്മായിയും പിറുവിറുക്കുന്നുണ്ട്. പിന്നീട് ഒരു ലക്ഷറി ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങുന്ന സൂര്യയെയും നിധിയെയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ സൂര്യ അരുണിനോടായി പറയുന്നുണ്ട്, എനിക്കിപ്പോ ഈ സൗത്ത് ഇന്ത്യൻ ഫുഡ് അലർജിയായി തുടങ്ങി. കുറെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് മാവിന്റെ നടുക്കിട്ട് എന്താ അതിന് പറയുന്നേ, മസാല ദോശയോ? ഹൂ ഇൻവെന്റഡ് ദിസ് തിങ് മാൻ എന്ന് സൂര്യ ചോദിക്കുമ്പോ ഓസ്ട്രേലിയൻ ഫുഡ് കഴിച്ച് ഇവൻ ഇതൊന്നും പറ്റാതായി. അതാ ഇനി കുറെ കഴിയുമ്പോ നിധിയും ഇങ്ങനെ പറയും അല്ലേ മോളെ എന്ന് തന്റെ കൂടെ വരുന്ന നിധിയോടായി സൂര്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ ഡ്രൈവ് ചെയ്യുമെന്ന് സൂര്യ അരുണിനോടായി പറയുമ്പോഴേക്കും പിന്നെന്താ എന്ന് പറഞ്ഞ് അരുണും ചാവി കൊടുക്കുന്നുണ്ടേ. അപ്പോഴേക്കും സൂര്യയുടെ അമ്മയും പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ കുറെ വിരുന്നൊക്കെ പോവേണ്ടതല്ലേ, ഇവിടുത്തെ റോഡൊന്ന് പരിചയമാവുന്നത് നല്ലതാണെന്ന്. അത് കേൾക്കെ എല്ലാവരും കാറിലേക്ക് കയറുന്നുണ്ട്.
വീണ്ടും ഒരു പെൺകുട്ടിയെയും കൊണ്ട് കാറിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സുധിയാണ് കാണിക്കുന്നത്. അവൻ കാറിന്റെ മിററിലൂടെ അവളെ മാത്രം നോക്കുമ്പോഴേക്കും എന്താന്ന് അവളും ആംഗ്യത്തിലൂടെ ചോദിക്കുന്നുണ്ട്. അല്ല, മുമ്പ് ഈ വണ്ടി കയറിയിട്ടുണ്ടോ? കണ്ട് നല്ല പരിചയമുണ്ടേ എന്നവൻ ചോദിക്കുമ്പോൾ അതെയോ, എന്ന ഒരു 100 മീറ്റർ മുമ്പോട്ട് പോയി നിർത്തിയാൽ മതിയെന്ന് അവളും പറയുന്നുണ്ട്. സുധിയങ്കളുടെ വണ്ടിയില ഇന്നും വന്നതെന്ന് ഞാൻ മോളോട് പറഞ്ഞോളാം എന്നവൾ ചിരിയോടെ പറയുമ്പോഴേക്കും ആകെ ചമ്മലോടെ ഓ കഴിഞ്ഞ മണ്ടേ ഞാൻ മറന്നു എന്ന് സുധിയും പറയുന്നുണ്ട്. അവൾ പറഞ്ഞ പോലെ 100 മീറ്റർ മാറി സുധി കാർ നിർത്തുമ്പോഴേക്കും എന്നാ ശരി എന്ന് പറഞ്ഞ് അവളും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ. ആകെ നാണക്കേടോടെ സുധിയും തൻ്റെ ടാക്സിയും എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും എതിരെ വന്ന നിധിയുടെ സൂര്യ ഓടിച്ചിരുന്ന കാർ വന്നിടിക്കുന്നുണ്ട്. ഇഡിയറ്റ്, ഹൂ ദ ഹെൽ എന്നും ചോദിച്ച് സൂര്യ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ട് റാസ്കൽ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും സുധിയും തൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടേ. 2 കാറും ഇടിച്ചു നിൽക്കുന്നിടത്ത് നിന്നും സുധി സൂര്യയുടെ മുന്നിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് ഇടിച്ചിടം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ആകെ പരിഭ്രമത്തോടെ ഇടിക്കുന്ന നിധിയോടായി സൂര്യയുടെ അമ്മ പറയുന്നുണ്ട്, പേടിക്കണ്ട മോളെ, ദേഷ്യം വന്ന അവന്റെ വായിന്ന് ചീത്ത വാക്കുകളെ വരൂ, ഭാഗ്യത്തിന് ഇംഗ്ലീഷിലെ പറയൂന്ന് മാത്രം. അപ്പോഴേക്കും സുധിയും സൂര്യയോടായി ചോദിക്കുന്നുണ്ട്, താനല്ലേടോ റോങ് കയറി വന്നതെന്ന്. ഓഹോ, വണ്ടി എതിരെ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് വർത്താനം പറയുന്നോടാ റാസ്കൽ എന്ന് ചോദിച്ച് സൂര്യയും സുധിയുടെ ഷർട്ടിനിട്ട് കുത്തി പിടിക്കുന്നുണ്ട്. കൈ എടുക്കടോ എന്ന് സുധി പറയുമ്പോഴേക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് സൂര്യ പിടിമുറുക്കുമ്പോഴേക്കും അരുണേട്ടനും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. ഇവിടെയുള്ളവന്മാർക്ക് വണ്ടി ഓടിക്കുന്നതിൽ ഒരു മര്യാദയുമില്ല. വണ്ടിലെ വന്നു കയറിയത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാ സൂര്യക്ക് ഈ നാടേ പറ്റാത്തത് എന്ന് സൂര്യയുടെ അമ്മ നിധിയോടും സാന്ദ്രയോടുമായി പറയുമ്പോഴേക്കും അരുണും സൂര്യയെ സുധിയുടെ അടുത്തു നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട്. തെറ്റായിട്ട് വണ്ടി ഓടിച്ചത് ആ ഡ്രൈവർ അല്ലെന്ന് നിധി പറയുമ്പോഴേക്കും നീ മിണ്ടാതിരിക്കെന്ന് സാന്ദ്രയും ഉപദേശിക്കുന്നുണ്ട്. ഞാൻ കണ്ടതായിടത്തി, ഏടത്തി വന്നേ എന്ന് പറഞ്ഞ് നിധി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും മോൾ എങ്ങോട്ടാന്ന് സൂര്യയുടെ അമ്മയും ചോദിക്കുന്നുണ്ട്. നീ ഇവിടെ ഇരുന്നാ മതി, ഇത്തരം കാര്യങ്ങളൊക്കെ ആണുങ്ങൾ സംസാരിച്ച് തീർത്തോളും എന്ന് സൂര്യയുടെ അമ്മ പറയുമ്പോഴേക്കും സൂര്യ വീണ്ടും ദേഷ്യത്തോടെ സുധിയുടെ അടുത്തേക്ക് നടന്നടുക്കുന്നുണ്ട്. വീട് സൂര്യ, എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാമെന്ന് അരുണേട്ടനും അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്നാ, ഞാൻ കറക്റ്റ് ലൈനിലാ വന്നത്, തെറ്റ് എന്റെ ഭാഗത്തൊന്നുമല്ലെന്ന് സുധിയും പറയുന്നുണ്ട്. പിന്നെ തെറ്റ് എന്റെ ഭാഗത്താണോ എന്ന് സൂര്യ ഒച്ചവയ്ക്കുമ്പോഴേക്കും ദേ മെക്കിട്ട് കയറാൻ വരല്ലേ, പറഞ്ഞേക്കാമെന്ന് സുധിയും പറയുന്നുണ്ട്. വന്നാ നീ എന്തു ചെയ്യുമെടാ, എന്തു ചെയ്യും എന്ന് സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സൂര്യ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എന്ന് അരുണം അവനെ തടഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് വലിക്കുന്നുണ്ട്. സുധിയും അപ്പോഴേക്കും അവരോടായി പറയുന്നുണ്ട്, ദേ നിങ്ങളാണ് വന്ന് തട്ടിയത്, ഇത് വെറുതെ വടക്കാക്കാൻ നിക്കല്ലേ എന്ന്. അല്ലേ, മനുഷ്യനൊന്ന് താന്നു തന്നപ്പോ ദേഹത്ത് കയറി ഓവറാവാൻ നിൽക്കണോ എന്ന് സുധി പറയുമ്പോഴേക്കും സാന്ദ്രയും സൂര്യയുടെ അമ്മയോടായി പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കാമെന്ന്. നിധിയും സാന്ദ്രയും കൂടി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഓവറാക്കിയാ നീ എന്തു ചെയ്യുമെടാ എന്ന് സൂര്യ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. സീനാക്കാൻ നിൽക്കല്ലേ എന്ന് സുധിയും കൂടി പറയുമ്പോഴേക്കും വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കല്ലേ എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. ആരാ മേഡം ഇഷ്യൂ ഉണ്ടാക്കിയത്? ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് കയറി ഇടിക്കാൻ വന്നതാ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഓണറോട് ഞാൻ എന്ത് സമാധാനം പറയും എന്ന് സുധി ചോദിക്കുമ്പോ മതി, നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്, കാശാണെന്നോ ചോദിച്ച് അരുൺ തന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുമ്പോഴേക്കും സൂര്യ അവനെ തടഞ്ഞോണ്ട് നോ അരുൺ എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും സാരമില്ല സൂര്യ എന്ന് അരുണും പറയുന്നുണ്ട്. ഇവനൊക്കെ എന്തിന് നമ്മൾ പണം കൊടുക്കണം, ഇതാണ് ഇവരുടെ സ്ഥിരം പണി, റോഡിൽ അടിയുണ്ടാക്കി പണം പിരിക്കുക എന്ന് സൂര്യ വിളിച്ചു പറയുമ്പോൾ അത് ശരി, എടോ താൻ കണ്ടിട്ടുണ്ടോ ഞാനിങ്ങനെ പണം പിരിക്കുന്നത്? ദേ സൂക്ഷിച്ച് സംസാരിക്കണം, തെറ്റായ വഴിയിൽ വന്നതും പോരാ വഴിയും പറയുന്ന. എന്നാ താൻ ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണമെന്ന് സുധിയും പറയുന്നുണ്ട്. എന്നാ കാണാടാ എന്ന് സൂര്യ കൂടി വെല്ലുവിളിക്കുമ്പോഴേക്കും നിങ്ങളൊന്ന് കാറിൽ കയറിയിരുന്നേന്ന് നിധിയോടും സാന്ദ്രയോടുമായി അരുൺ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ചോദിക്കുന്നുണ്ട്, തെറ്റ് നമ്മുടെ വണ്ടിയുടെ ഭാഗത്തല്ലേ ഏട്ടാ എന്ന്. ആ ശബ്ദം കേൾക്കെ സുധി അവളെ പാളി നോക്കിക്കൊണ്ട് അന്തം വിട്ട് നിൽപ്പുണ്ട്. ഞാൻ സംസാരിച്ചോളാം, നീയൊന്ന് വണ്ടി കയറിയിരിക്കുന്ന നിധിയോടായി അരുണും പറയുന്നുണ്ട്. പിന്നെയൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലേ നേരെയാവൂ എന്ന് സൂര്യ പറയുമ്പോൾ വിളിക്ക്, വേഗം പോലീസിനെ വിളിക്ക് എന്ന് സുധിയും വെല്ലുവിളിക്കുന്നുണ്ട്. സൂര്യ പോക്കറ്റിൽ നിന്ന് തന്റെ മൊബൈൽ എടുത്തോണ്ട് നീ എന്റെ വണ്ടിയിൽ വന്നിടിച്ചിട്ട് എന്നോട് പണം വാങ്ങാൻ നോക്കുന്നോ? നിന്നെ പോലുള്ള അലവലാദികളെയൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലീസ് തീരുമാനിക്കട്ടെ എന്ന് സൂര്യ പറയുമ്പോൾ ദേ ഇതുവരെ തന്റെ തെറി ഞാൻ സഹിച്ചു, ഇനിയൊരു വാക്ക് പറഞ്ഞ അടിച്ച് പല്ല് ഞാൻ താഴെയിടുമെന്ന് സുധിയും അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്. എന്താടാ അടിക്കടാ
എന്ന് സൂര്യ വെല്ലുവിളിക്കുമ്പോൾ അടിക്കുമെന്ന് സുധിയും പറയുന്നുണ്ട്. സൂര്യ വീണ്ടും സുധിയുടെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിക്കുമ്പോഴേക്കും വേണ്ട സൂര്യ, വഴക്കുണ്ടാക്കരുത്, നമുക്കിത് കോംപ്രമൈസ് ചെയ്യാം എന്ന് അരുണും സൂര്യയെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. സുധി അപ്പോഴേക്കും അരുണിനോടായി ചോദിക്കുന്നുണ്ട്, സാറിന്റെ കൂടെയുള്ളവന്റെ നകളിപ്പ് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണോന്ന്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്ന് ദേഷ്യത്തോടെ സൂര്യ പറയുമ്പോഴേക്കും മര്യാദയ്ക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ അറിയാത്തവനാണെന്ന് മനസ്സിലായി. അതിൽ കൂടുതൽ അറിയണമെന്നില്ലെന്ന് സുധിയും പറയുന്നുണ്ട്. കണ്ടില്ലേ, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ, ഇവന് വേണ്ടി ഞാൻ കോംപ്രമൈസ് ആവണോ എന്ന് സൂര്യയും ദേഷ്യത്തോടെ അരുണിനോടായി ചോദിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞതാ ശരി, ലൈൻ തെറ്റിച്ച് വണ്ടി ഓടിച്ചത് നിങ്ങളാ എന്ന് നിധി പറയുന്നത് കേട്ട് സുധി വീണ്ടും സ്നേഹത്തോടെ അവളെ നോക്കി നിൽപ്പുണ്ട്. നിധി എന്ന് വിളിച്ച് സാന്ദ്ര തടയുമ്പോഴേക്കും ഞാൻ കറക്റ്റ് അല്ലേ പറഞ്ഞത്, ഏട്ടൻ ഉറങ്ങുമായിരുന്നു, ഞാൻ കണ്ടതാ, അയാള് ശരിക്കുമുള്ള ഡയറക്ഷനിലായിരുന്നു, നമ്മൾ തെറ്റ് ചെയ്തിട്ട് വെറുതെ ബഹളം വെച്ചിട്ട് എന്തിനാണെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുധിയും ചിരിയോടെ അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അതെ, അതാണ് കറക്റ്റ്, കണ്ടില്ലേ സാറേ, നിങ്ങളുടെ കൂടെ വന്ന ആ കുട്ടി തന്നെ എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ, ഇയാളുടെ തെറ്റിനെ വെറുതെ മെക്കിട്ട് കേറന്നേ എന്ന് സുധി പറയുമ്പോഴേക്കും നിധി, നീ ചെന്ന് വണ്ടി കയറുന്ന് അരുൺ വീണ്ടും പറയുന്നുണ്ട്. അവര് ന്യായം പറയുകയല്ലേ, അവർ അവിടെ നിൽക്കട്ടെന്നേ എന്ന് സുധി പറയുമ്പോ നിധി, നീയൊന്ന് കാറി കയറിക്കെന്ന് അരുണേട്ടനും ഒച്ച വെക്കുന്നുണ്ട്. നിധി കയറെന്ന് പറഞ്ഞ് സാന്ദ്ര അവളെയും കൂട്ടിക്കൊണ്ട് കാറിനകത്തേക്ക് കയറുന്നുണ്ടേ. ദേഷ്യത്തോടെ നിൽക്കുന്ന സൂര്യയോടായി സുധി ചോദിക്കുന്നുണ്ട്, ഇപ്പോ എന്തു പറയുന്നു സാറേന്ന്? അവള് പറയുന്നത് കേട്ടിട്ടാണോ? അവള് പറയുന്നതാണോ ശരി? വണ്ടി ഓടിച്ചത് ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. ഓ ശരി, സമ്മതിച്ചു, നിങ്ങൾ മാത്രമാണ് ശരി, ഞാനാണ് തെറ്റുകാരൻ പോരെ എന്ന് സുധിയും പറയുന്നുണ്ട്. അരുണപ്പോഴേക്കും തന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തോണ്ട് എടോ ഈ കാശ് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് കാശെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും സൂര്യ അവനെ തടയുന്നുണ്ട്. എന്തിനായതെന്ന് സൂര്യ ചോദിക്കുമ്പോ സാരമില്ല സൂര്യ എന്ന് അരുണും പറയുന്നുണ്ട്. ദേ സാറേ, കാശൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചില്ലല്ലോ, തെറ്റ് ചെയ്തിട്ട് കാശ് ചോദിക്കുന്നത് അതിലും വലിയ തെറ്റല്ലേ സാറേ എന്ന് സുധി ചോദിക്കുമ്പോൾ സൂര്യയും പൊട്ടിച്ചിരിച്ചോണ്ട് അങ്ങനെ സമ്മതിക്കടാ, സമ്മതിക്ക് റാസ്കൽ എന്ന് സൂര്യ പറയുന്നുണ്ട്. സുധിയും കൈ കൂപ്പിക്കൊണ്ട് സമ്മതിച്ചു. സാറ് പോവാൻ നോക്ക്, നല്ല വെയിലല്ലേ, വെറുതെ നിന്ന് വിയർക്കണ്ട, ചെല്ല് സാറേ എന്ന് സുധി പറയുമ്പോഴേക്കും അരുണും സൂര്യയെ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നുണ്ടേ. അരുണും കൂടി കാറിലേക്ക് കയറുമ്പോഴേക്കും ദേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോണേ എന്ന് സുധി വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് മമ്മി കണ്ടോന്ന്? എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ വണ്ടി ഇടിച്ചത് എന്റെ തെറ്റാണെന്ന് സൂര്യ പറയുന്നുണ്ട്. അവരും ഭഗവാനെ നിനക്കെങ്ങനെ തെറ്റ് പറ്റും എന്നമ്മ ചോദിക്കുമ്പോഴേക്കും എന്താ അങ്ങനെ പറഞ്ഞതെന്ന് സൂര്യ നിധിയോടായി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. തെറ്റായിട്ട് വണ്ടി ഓടിച്ചോണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും സാന്ദ്ര അവളെ തടയുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കും നിധി എന്ന് അരുണേട്ടനും കൂടി പറയുമ്പോഴേക്കും എന്റെ മോനെ ഫോറിനിൽ കാർ ഓടിക്കുന്നവനാ, അവിടെ ലൈസൻസ് കിട്ടാനുള്ള പാടറിയോ, അവൻ ഒരിക്കലും തെറ്റായി വണ്ടി ഓടിക്കില്ല, അവന്റെ അമ്മയും പറയുന്നുണ്ട്. സൂര്യ താൻ വണ്ടി എടുക്കെന്ന് അരുൺ പറയുമ്പോഴേക്കും എനിക്കൊന്നും വയ്യ സൂര്യ ദേഷ്യത്തോടെ പറയണ കേട്ട് എന്നാ ഞാൻ എടുക്കാമെന്ന് അരുണും പറയുന്നുണ്ട്. എന്തേലും ചെയ്യുന്ന പറഞ്ഞ് സൂര്യയും കാറിൽ നിറങ്ങി കൊടുക്കുന്നുണ്ട്. അവർ വണ്ടി എടുക്കുന്നതും കാത്ത് സുധിയും അവരുടെ കാറിന് മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കാർ എടുക്കുമ്പോഴേക്കും സുധി നിധിയെ തന്നെ നോക്കി നിൽക്കണ കണ്ട് നിധിയും അവനെ തന്നെ നോക്കി ഇരിപ്പുണ്ട്. അവർ കാർ എടുത്തു പോകുമ്പോഴേക്കും സുധിയും ഒരു ചിരിയോടെ തന്റെ കാർ എടുത്തോണ്ട് പോകുന്നുണ്ട്. പിന്നീട് തിരുവനന്തപുരത്തുള്ള സൂര്യയുടെ വീട്ടിലെത്തി കാർ നിർത്തുമ്പോഴേക്കും സൂര്യ പെട്ടെന്നു തന്നെ കാറിൽ നിറങ്ങി വീട്ടിലേക്ക് ഓടിക്കയറുന്നുണ്ട്. അവന്റെ അമ്മയും കാറിൽ നിറങ്ങി പുറകെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അവരെ മൈൻഡ് ചെയ്യാതെ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. കാറിൽ നിറങ്ങിയ അരുണിനോടും സാന്ദ്രയോടും നിധിയോടുമായി സൂര്യയുടെ അമ്മ പറയുന്നുണ്ട്, കണ്ടില്ലേ അവൻ ദേഷ്യപ്പെട്ടിട്ടാ പോയതെന്ന് പറഞ്ഞുകൊണ്ട് അവരും പുറകെ ചെല്ലുന്നുണ്ട്. നിനക്കൊന്നും മിണ്ടാതിരുന്നാ മതിയായിരുന്നില്ലേ വായെന്ന് പറഞ്ഞ് അരുണും അവരുടെ പുറകെ ചെല്ലുന്നുണ്ട്. അകത്തേക്ക് വിളിക്കാനും കൂട്ടിക്കൊണ്ടു പോവാനും ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, വാ എന്ന് പറഞ്ഞ് സാന്ദ്രയും നിധിയും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സൂര്യ ദേഷ്യത്തോടെ ഡൈനിങ് ഹാളിലെ സോഫയിൽ ചെന്നിരിക്കുമ്പോഴേക്കും അവന്റെ അമ്മയും അവന്റെ അടുത്തേക്ക് ചെന്ന് സൂര്യ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെട്ടാലോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ വേണ്ട എന്ന് പറഞ്ഞ് സൂര്യ അമ്മയെ തടയുമ്പോഴേക്കും അരുണും അങ്ങോട്ടെത്തുന്നുണ്ട്. സാന്ദ്രയും നിധിയും കൂടി അങ്ങോട്ടെത്തുമ്പോഴേക്കും സൂര്യ സോറി, അവള് കുട്ടിയല്ലേ, ഒന്നും ഉള്ളി വെച്ച് പറഞ്ഞതാവില്ല എന്ന് അരുണും പറയുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യ ദേഷ്യത്തോടെ നിധിയോടായി ചോദിക്കുന്നുണ്ട്, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് നീ പറയാൻ കാരണം എന്താന്ന്? ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ ഡ്രൈവർക്ക് വേണ്ടി നീ എന്തിനാ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് എന്നവൻ ചോദിക്കുമ്പോ അതെ മോൾക്ക് മിണ്ടാതിരുന്നാ മതിയായിരുന്നല്ലോ എന്നവന്റെ അമ്മയും പറയുന്നുണ്ട്. അവൾ അറിയാതെ പറഞ്ഞു പോയതാവുമെന്ന് അരുൺ പറയുമ്പോ ലോക്കൽ ഡ്രൈവറുടെ മുമ്പിൽ വെച്ചാണ് ഞാനാണ് തെറ്റുകാരനെന്ന് നീ വിളിച്ചു കൂവിയത്, എനിക്കെങ്ങനെ തെറ്റ് പറ്റാനാ? നോ വേ, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല.
ഐ ആം ഓൾവേസ് ട്രൈങ് ടു ബി എ പെർഫെക്റ്റ് പേഴ്സൺ. ശരി മാത്രം ചെയ്യുന്ന ഒരാൾ എന്ന് സൂര്യ പറയുമ്പോഴേക്കും അത് നിങ്ങൾ മാത്രം തെറ്റാണെന്നല്ല പറഞ്ഞത്. കാർ ഓടിച്ചത് അത്ര ശരിയായില്ലെന്ന് നിധി വീണ്ടും പറയുന്നുണ്ട്. സൂര്യ ദേഷ്യത്തോടെ സോഫയിൽ എണീറ്റോണ്ട് ഇത് കണ്ടില്ലേ അമ്മേ, ഇവളെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. നിധി നീ ഒന്നും മിണ്ടാതിരിക്കുന്ന അരുണേട്ടൻ വീണ്ടും അവളെ തടയുമ്പോഴേക്കും അതിന് ഞാൻ എന്താ എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പബ്ലിക് സ്പേസിൽ വെച്ച് അവൻ ആ ഡ്രൈവറുടെ മുന്നിൽ നാണം കെട്ടേന്റെ ദേഷ്യ. ഒന്നും മിണ്ടാതിരിക്കുന്ന സൂര്യയുടെ അമ്മയും പറയുന്നുണ്ട്. എന്നിട്ട് സൂര്യയോടായി, സൂര്യ ഈ കുട്ടി അറിയാതെ പറഞ്ഞു പോയതാ, നീ ഒരു തവണത്തേക്ക് ക്ഷമിക്കുന്ന അവന്റെ അമ്മ പറയുന്നുണ്ട്. അത് ഇനിയിപ്പോ സൂര്യക്ക് വിഷമായെങ്കിൽ ഞാൻ അവക്ക് വേണ്ടി സോറി പറയാം എന്ന് അരുണേട്ടൻ പറയുമ്പോഴേക്കും സൂര്യ നിധിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന്, നോക്ക് നിധി, ഇൻ കേസ് ഞാൻ തെറ്റ് ചെയ്താൽ പോലും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അത് വിളിച്ചു പറയാൻ നിൽക്കരുത്. ഒരു വൈഫിന് വേണ്ട പ്രധാന ക്വാളിറ്റി അതാണ്, നീ മനസ്സിലാക്കിക്കോ എന്നവൻ ഒച്ചയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് അരുൺ പറയുമ്പോഴേക്കും ശരി ശരി നിങ്ങളുടെ മുറി മുകളിലേക്ക് ചെല്ലെന്ന് സൂര്യയുടെ അമ്മയും പറയുന്നുണ്ട്. അരുൺ മുകളിലേക്ക് പോകുമ്പോഴേക്കും സാന്ദ്രയും നിധിയെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ടേ. ആകെ ദേഷ്യത്തോടെ നിൽക്കുന്ന സൂര്യയോടായി അമ്മ പറയുന്നുണ്ട്, സൂര്യ നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കെന്ന്. അത് മനസ്സിന്ന് കള സൂര്യ എന്ന് അമ്മ പറയുമ്പോഴേക്കും സൂര്യയും സോഫയിലേക്ക് വന്നിരിപ്പുണ്ട്. ദേഷ്യത്തോടെ ഇരിക്കുന്ന അവനെ വീണ്ടും സൂര്യ എന്ന് അമ്മ വിളിക്കുമ്പോഴേക്കും അവനും അമ്മയെ തടയുന്നുണ്ടേ. പിന്നീട് റൂമിലെ കട്ടിലിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് അരുൺ എത്തുന്നുണ്ട്. സാന്ദ്രയോട് വാതിലടയ്ക്കാനായി പറഞ്ഞുകൊണ്ട് അരുൺ നിധിയോടായി പറയുന്നുണ്ട്, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ നമ്മള്, വെറുതെ എന്തിനാ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന്. ഞാൻ എന്ത് പ്രശ്നമുണ്ടാക്കിയെന്ന് അരുണേട്ടാ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഇത്രയും ചെറിയ കാര്യത്തിന് അവരെന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നേ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. അതേ എന്ന് നിധി കൂടി ചോദിക്കുമ്പോഴേക്കും സാന്ദ്രേ നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇവരുടെ കല്യാണം ഉറപ്പിച്ച ശേഷം ആദ്യമായി പുറത്തേക്ക് വന്നതാ നമ്മള്. ശരി സൂര്യ തെറ്റായിട്ട് തന്നെയാ വണ്ടി ഓടിച്ചതെന്ന് കരുത്, വഴി പോയ ഏതോ ഒരുത്തനു വേണ്ടി ഇവളെന്തിനാണ് സൂര്യ ഇൻസൾട്ട് ചെയ്യാൻ പോയത് എന്ന് അരുണേട്ടൻ ചോദിക്കുന്നത് കേട്ട് കട്ടിലിൽ നിന്ന് എണീറ്റുകൊണ്ട്, സത്യം പറഞ്ഞാൽ അതെങ്ങനെ ഇൻസൾട്ട് ആവുന്ന ചേട്ടാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നീ ആദ്യം ഒന്ന് പതുക്കെ സംസാരിക്കേ, നമ്മളിപ്പോ നിൽക്കുന്നതേ അയാളുടെ വീട്ടിലാ എന്ന് അരുണേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോ എന്ത് കാര്യത്തിനാണ് നമ്മളിവിടെ വന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നമുക്ക് താമസിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ തന്നെ പോയി വരാൻ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിധി നിനക്കും സൂര്യക്കും തമ്മിലൊന്ന് അടുത്ത് പരിചയപ്പെടാനല്ലേ എന്ന് അരുണേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ ഇഷ്ടായിട്ടില്ല, തുടക്കം മുതലേ ഇഷ്ടല്ല, ഇന്നത്തെ അത് പൂർത്തിയായി എന്ന് നിധിയും പറയുന്നുണ്ട്. ഒരാളെ ഇഷ്ടപ്പെടില്ലെന്ന് വാശിയോടെ തീരുമാനിച്ച അതങ്ങനെ തന്നെ ഇരിക്കും, നീ ആദ്യം ആ വാശിയൊന്ന് ഒഴിവാക്കാൻ നോക്ക്, പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്ന് നിധിയോടായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അരുണും റൂമിന്റെ പുറത്തോട്ട് പോകുന്നുണ്ടേ. ആകെ ദേഷ്യത്തോടെ കട്ടിലേക്ക് ഇരിക്കുന്ന നിധിയെ സാന്ദ്രയും ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് മൊബൈൽ നോക്കി ചിരിയോടെ ഇരിക്കുന്ന സുധിയാണ് കാണിക്കുന്നത്. തൊട്ടപ്പുറത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നികേഷും അവനെ ശ്രദ്ധിക്കുന്നുണ്ടേ. നികേഷ് പതിയെ എഴുന്നേറ്റ് ചെന്ന് അവന്റെ അരികിലേക്ക് ഇരിക്കുമ്പോഴേക്കും സുധിയും ആ മൊബൈൽ മാറ്റുന്നുണ്ട്. എന്താണ് ഒരു കള്ളത്തരം നികേഷ് ചോദിക്കുമ്പോൾ ഏയ് എന്തോന്നെന്ന് സുധിയും ചോദിക്കുന്നുണ്ട്. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ ഫോൺ മാറ്റിപ്പിടിച്ചത് നികേഷ് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാന്ന് സുധിയും. അടുക്കളയിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന സുഭാഷും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധി നികേഷിനോടായി പറയുന്നുണ്ട്, എടാ ഇന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ, ഇത്തവണയും പെൺവിഷയം തന്നെ ആയിരിക്കുമല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ചിരിയോടെ നീ കറക്റ്റായി കണ്ടുപിടിച്ചെന്ന് സുധീഷും പറയുന്നുണ്ട്. മാറ്റി പറയാൻ നിങ്ങൾ വേറെ ഓപ്ഷൻ തരണ്ടേ എനിക്ക് എന്ന് നികേഷ് പറയുന്നത് കേട്ട് അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സുഭാഷിനും ചിരി വരുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും ചിരിയോടെ പറയുന്നുണ്ട്, എടാ ഇന്ന് രാവിലെ ഞാനിങ്ങനെ കൂളായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവായിരുന്നു. ആളെ ഇറക്കി ഞാൻ വളവ് തിരിഞ്ഞിങ്ങ് കയറിയതും ഒരുത്തം വന്ന് മുമ്പിൽ അങ്ങോട്ട് ചവിട്ട് ആറാ എന്നിട്ട് എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും ഗിയർ ഡൗൺ ചെയ്ത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ ദേ ഇങ്ങനെ ഒറ്റ നിപ്പാ, രണ്ട് വണ്ടിയും ദേ ഈ മുടിനാരിന്റെ ഗ്യാപ്പില് ദേ ഇങ്ങനെ വന്ന് നിൽക്കുവാ. സുധീഷ് പറയുമ്പോഴേക്കും സ്ക്രാച്ച് ആയല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഏയ് നത്തിങ് എന്ന് സുധീഷ് പറയുന്നത് കേട്ട് സുഭാഷിനും ആശ്വാസമാവുന്നുണ്ട്. തെറ്റ് അവന്റെ ഭാഗത്തായിരുന്നു, പക്ഷേ വണ്ടി നിറങ്ങി വന്ന് ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ അവൻ എന്റെ മെക്കിട്ട് കയറാൻ നോക്കി. ഓരോന്താൻ അവനെ കണ്ടാലുണ്ടല്ലോ ഇറിറ്റേറ്റഡ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അല്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. തിരക്ക് കൂട്ടല്ലേ, വെയിറ്റ് ചെയ്യേ, ആ എപ്പിസോഡും വരുമെന്ന് ചിരിയോടെ സുധീഷ് പറയുന്നുണ്ട്. കണ്ടാ തന്നെ മുഖമടച്ചൊന്ന് കൊടുക്കാൻ തോന്നുന്ന ഒരുത്തൻ അവൻ വന്നങ്ങ് ബഹളം തുടങ്ങി. ഞാനപ്പോ കാറും തുറന്നങ്ങ് ഇറങ്ങി എന്ന് സുധി പറയുമ്പോഴേക്കും ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യേ, മറ്റത് വരട്ടെ എന്ന് നികേഷും. ഏത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റോ എന്ന് ചോദിച്ച് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് തിരിച്ച് ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോൾ ഡോറും തുറന്നൊരു വരവാ.
ഡോറടച്ച് എന്നെ നോക്കി അവളൊരു വരവുണ്ട്. അടുത്ത് വന്നു നിന്ന് എന്നെ നോക്കി അവളൊന്ന് ചിരിച്ചു. ആ സമയം എവിടെ നിന്നോ ഒരു കാറ്റ് വന്നു. ആ കാറ്റില് അവളുടെ മുടി പാറിപ്പറന്നു എന്ന് കുറച്ച് കൂട്ടി പറഞ്ഞ് സുധി ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.